ഹാപ്പി മദേഴ്സ് ഡേ. ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട് വാങ്ങിച്ചിട്ട് വന്നിരിക്കണേ. ഓക്കെ, ഹാപ്പി മദേഴ്സ് ഡേ. ഗൈസ്, നമ്മളൊരു ഫോൺ എടുക്കാൻ പോവാണ്. എന്തിനാണെന്നൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ ഫോൺ സെലക്ട് ചെയ്യാൻ വേണ്ടി കുറേ ഫോൺ നോക്കി ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. അങ്ങനെ ലാസ്റ്റ് ഒരു ഫോൺ ഉറപ്പിച്ചു. എന്നാൽ പിന്നെ ചേച്ചിനെയും കൂടെ വിളിപ്പിച്ച് ഓപ്പൺ ചെയ്യാന്ന് കരുതി ചേച്ചിനെയും വിളിച്ച് ഓപ്പൺ ചെയ്യിപ്പിച്ചു. ചേച്ചിയാണെങ്കിൽ ഫോൺ തുറക്കാൻ നോക്കിയിട്ട് നടക്കുന്നുമില്ല. കുറേ നേരത്തെ പരിശ്രമത്തിന് ശേഷം നമ്മൾ ആ ഫോൺ പുറത്തെടുത്തിരിക്കുകയാണ് ഗൈസ്. ഫോണിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. പുതിയ മോഡലായതുകൊണ്ട് നമ്മൾ ഒന്നും നോക്കില്ല, അത് തന്നെ എടുത്തു. കാണാനാണെങ്കിലും അത്യാവശ്യം നല്ലൊരു ലുക്ക് തന്നെയായിരുന്നു ഫോൺ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഫോൺ പുറത്തെടുത്തത് മാത്രമേ ഓർമ്മയുള്ളൂ. പിന്നെ ഫുൾ ചെക്കിംഗ് ആയിരുന്നു. അവിടെ തന്നെ നമ്മൾ ടെമ്പർ ഗ്ലാസ് ഒട്ടിക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഈ ഫോൺ ഒരാൾക്ക് കൊടുക്കാനാണ്, വേറെ ആർക്കുമല്ല, നമ്മുടെ അമ്മയ്ക്കാണ്. ഇന്ന് മദേഴ്സ് ഡേ ആയതുകൊണ്ട് നമ്മളൊരു സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടുത്തെ ഗിഫ്റ്റൊക്കെ വാങ്ങി ചേച്ചിൻ്റെ അടുത്ത് ടാറ്റ പറഞ്ഞ് ഇറങ്ങി. ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ ഫോണൊക്കെ വാങ്ങി വീടെത്തിയിരിക്കണം. ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആളിവിടെ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോ ഇപ്പം എടുക്കാൻ കാരണം. അപ്പം എന്തുകൊണ്ടാണ് ഞങ്ങൾ ഫോണ് തന്നെ ചൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഇന്ന് മദേഴ്സ് ഡേ ആണ്. അപ്പം ലൂസ് പറഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുത്താലോ അമ്മയ്ക്ക്. അപ്പം ഞാൻ വിചാരിച്ചു ഞാനൊരു ഗിഫ്റ്റ് കൊടുക്കാൻ ആഗ്രഹിച്ചു വെച്ചിട്ടുണ്ട്. ആൾക്ക് ഇപ്പം ഏറ്റവും കൂടുതൽ റിക്വയർ ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഫോൺ എന്ന് പറയുന്നത്. റീസൺ എന്താണെന്ന് വെച്ചാൽ ആളുടെ ഒരു ഫോൺ ഉണ്ട് ഓൾറെഡി. പക്ഷേ എന്താണ് അതിന് കുഴപ്പം? എന്താണ് കുഴപ്പമെന്ന് വെച്ചാൽ നമ്മൾ ഫോണ് കോൾ ചെയ്ത് കഴിഞ്ഞിട്ട് അത് റിങ് അടിക്കും. അരമണിക്കൂർ കഴിഞ്ഞിട്ടായിരിക്കും അതിന്റെ സ്ക്രീൻ ഓൺ ആവുന്നത്. അതായത് എന്താ വിളിച്ച് അറ്റൻഡ് ചെയ്യണോ കട്ട് ചെയ്യണോ എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ കുറെ നേരം കഴിഞ്ഞിട്ട് വരുള്ളൂ. അതായത് ഒരു എമർജൻസി കേസസിലൊക്കെ നമുക്ക് റിങ് കേൾക്കും, പക്ഷെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല സൗണ്ടിന്റെ കുറെ ഇഷ്യൂസ് ആണ്. അതായത് ആളുടെ ഫോണൊന്നും ഹൈ സൗണ്ടിലായിരിക്കും. പിന്നെ സൗണ്ട് കൂട്ടാൻ കുറക്കാൻ ഒന്നും പറ്റില്ല. അതുപോലെ തന്നെ ക്യാമറ ഒക്കെ ഭയങ്കര ബാക്ക് സ്ക്രീൻ വർക്കിംഗ് അല്ല. ഇപ്പൊ ഈവൻ ഒരു ഗൂഗിൾ പേ ചെയ്യണമെങ്കിൽ പോലും ആൾക്ക് നമ്പർ തന്നെ വേണം. അതെ, അമ്മ ഇതുവരെ ഒരു പുതിയ ഫോൺ യൂസ് ചെയ്തിട്ടേ ഇല്ല. എല്ലാം കൈമാറി. എങ്ങനെ വെച്ചാൽ ഞാനൊരു ഫോൺ വാങ്ങിക്കഴിഞ്ഞാൽ അത് ഞാൻ പിന്നെ പുതിയത് ആ പഴയത് അമ്മ കൊടുക്കും. ചേച്ചിയുടെയും ഏട്ടന്റെ ഒക്കെയാണ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. ആളിതുവരെക്കും ഒരു പുതിയ ഫോണ് അൺബോക്സ് ചെയ്യുകയോ യൂസോ ചെയ്തിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് എന്തുകൊണ്ടായിരിക്കും അതും മദേഴ്സ് ഡേ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഒരു ഫോൺ വാങ്ങിക്കൊടുക്കാം. നമ്മൾ എന്തുകൊണ്ട് വാങ്ങിക്കൊടുത്തൂടാ അതെ ഒരു ഫോൺ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു, പെട്ടെന്ന് തീരുമാനിച്ചു, പെട്ടെന്ന് പോയി വാങ്ങി. മദേഴ്സ് ഡേ ആയിട്ട് ആ ഒരു ഗിഫ്റ്റ് കൊടുക്കാന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഫോൺ ഉദ്ദേശിച്ചപ്പോ നമുക്ക് ഒരു ഇടയ്ക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്ന പോലെ മദേഴ്സ് ഡേ ആയിട്ട് 2 ഗിഫ്റ്റുകൾ കിട്ടി. ഭയങ്കര എക്സൈറ്റഡ് ആണ് അത് കൊടുക്കാൻ വേണ്ടിട്ട്. കാരണം ഇതുവരെ ആരും അങ്ങനെ കൊടുക്കാനായിട്ട് അമ്മയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കാനായിട്ട് ആരും ഇല്ല. എനിക്ക് 2 ചേച്ചി പറയാം. ചേച്ചിയായിട്ടാണെങ്കിലും ഒരു ഗിഫ്റ്റ്, അതായത് മീൻസ് വേറെ ഒന്നും കൊടുത്തിട്ടില്ല എന്നല്ല, ഗിഫ്റ്റ് കൈമാറ്റം അല്ലെങ്കിൽ സർപ്രൈസ് അങ്ങനെ ഇങ്ങനെ വേണ്ടിട്ടൊന്നും ഇല്ല. നോർമലി ചെയ്തിട്ടില്ല. അമ്മയ്ക്ക് വേണ്ടിട്ട് അങ്ങനെയൊന്നും അങ്ങനെ ചെയ്തിട്ടൊന്നും. ഇപ്പൊ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ അത് നമ്മൾ നോർമലി കൊടുക്കുന്ന പോലെ, അല്ലാതെ സർപ്രൈസ് ആയിട്ടോ അല്ലെങ്കിൽ ആൾക്ക് അത്യാവശ്യ ഘട്ടങ്ങൾ കൊടുക്കുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മൾ വിചാരിച്ചു നമ്മളൊരു സർപ്രൈസ് കൊണ്ടുവരാൻ. ഞങ്ങൾ എന്തായാലും ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആള് വരാൻ വേണ്ടി കാത്തിരിക്കുക. ആൾ ആക്ച്വലി ഇവിടെ ഉണ്ട്, കുറച്ച് തിരക്കായിട്ട് നിൽക്കണം. അപ്പൊ ഇപ്പൊ ഇടയിൽ കൂടെ പോയാൽ ചിലപ്പോൾ നമുക്ക് നാട്ടി മുറിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അങ്ങനെയല്ല, ചിലപ്പോൾ നമുക്ക് ആ ഒരു റിയാക്ഷൻ കിട്ടില്ല. തിരക്കിന്റെ ഇടയിൽ ചിലപ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും അപ്പോഴത്തെ ഒരു ഇതിട്ട് പോവും. ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ്. അപ്പൊ നമ്മൾ നേരെ വീഡിയോ ഇനിയപ്പോ അമ്മ വന്നതിന് ശേഷം കാണാം. ഹേ ഗൈസ്, അപ്പൊ ഇന്ന് മെയ് 11 മദേഴ്സ് ഡേ ആണ്. അപ്പൊ നമ്മുടെ അമ്മനെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് ഇൻവൈറ്റ് ചെയ്താലോ? ഓക്കെ, കമാൺ ഹാപ്പി മദേഴ്സ് ഡേ. മദേഴ്സ് ഡേ ആയിട്ട് എന്തെങ്കിലും പറയണ്ടോ? മദേഴ്സ് ഡേ ആയിട്ട് ബാക്കി അമ്മമാരോടൊക്കെ എന്താ പറയാനുള്ളത്? അമ്മമാരുടെ അടുത്തൊക്കെ എന്തെങ്കിലും പറയണ്ടോ? അമ്മ ഭയങ്കര ബ്ലാങ്ക് ആയി നിൽക്കുക. എന്താ പറയണ്ടെന്നൊന്നും അറിയില്ല. വേറെ മിൽക്ക് മാത്രം മതിയോ മദേഴ്സ് ഡേ ആയിട്ട്? വേറെ മിൽക്ക് തന്നില്ലെങ്കിൽ കുഴപ്പമില്ല. മക്കളുടെ സന്തോഷമാണ് അമ്മയ്ക്കും സന്തോഷം. എന്താ പറയുന്ന ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട്. കണ്ണടക്കി എന്താ അൺബോക്സ് ചെയ്തോ? എന്താ ലിഫ്റ്റ് ഒന്നും അറിയില്ല. എന്തോ നമുക്ക് ആള് തുറക്കട്ടെ. എന്തായിരിക്കും? തുറക്കാൻ കുറച്ച് പാടുണ്ട്. കാരണം സ്റ്റിക്കർ എന്തായിരിക്കും? ഗസ് ചെയ്യൂ, എന്തായിരിക്കും തുറക്കണേന് മുന്നേ? എന്നാൽ ഏകദേശം ഓ, ആൾക്ക് ദൈവത്തിന് ഭയങ്കര കാര്യമായതുകൊണ്ട് അതുകൊണ്ട് ദൈവത്തിന്റെ ഫോട്ടോ ആണ് എന്നാണ് അമ്മ പറയുന്നത്. എനിവേ നമുക്ക് ഹെൽപ്പ് ചെയ്യാം കേട്ടോ. സംഭവം നോക്കട്ടെ. ഞാൻ ദൈവത്തിന്റെ ഇവിടെ 10 തുറക്കും. ഇവിടെ നിന്ന് ഇങ്ങനെ തുറന്നു തുടങ്ങിയാൽ മതി.
ഓക്കെ. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്യാം, കാരണം ഇത് ഭയങ്കര പിക്ക് ചെയ്ത് ചെയ്യണം അവര്. പറഞ്ഞ പോയിട്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാ വന്നിരിക്കുന്നത്. എന്താ വാങ്ങിച്ചിട്ട് വന്നിരിക്കുന്നത്? തുറന്നു നോക്ക്. തുറന്നു നോക്ക്. അമ്മ നമ്മുടെ വേണ്ട. ഗിഫ്റ്റ് തുറക്കാൻ പോണ് ഗൈസ്. I'm so excited. ഈ ബോക്സ് പിടിക്ക്. ആ കവർന്ന് എടുത്തോ ആന്റി. പ്രതീക്ഷിച്ച ഈ സാധനം ഇല്ല. ആ ബോക്സ് പിടിക്ക്. ഫോണ് അതിന് ഓപ്പൺ ചെയ്ത് നോക്ക്. This is for you. ഫോൺ കവറും കൊടുക്ക്. വല്ല പ്രാങ്ക് ആണോ? അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഗിഫ്റ്റ് ചെയ്ത സാധനമാണ്. 3-4 മണിക്ക് പോയിട്ട് ഇതൊക്കെ പോയി സംഘടിപ്പിച്ചിട്ട് വന്നപ്പോ അതെ, ഞാൻ കുറെ നാളായിട്ട് ആഗ്രഹിച്ച കാര്യമാണ്. അമ്മ, നിങ്ങൾ ആദ്യമായിട്ടല്ലേ പുതിയ ഫോൺ നിങ്ങൾക്ക് സ്വന്തമാക്കണേ? ഇതുവരെ എപ്പോഴും പഴയ ഫോണാണ് ഞാൻ യൂസ് ചെയ്യണത്. എല്ലാവരും മക്കൾക്ക് വേണ്ടാത്ത ഫോണൊക്കെ ഞാൻ യൂസ് ചെയ്യണത്. അപ്പൊ ഇപ്രാവശ്യം നമ്മൾ അതിനെ മാറ്റി പുതിയ ഫോണാക്കിയിരിക്കുന്നത്. അതിന്റെ ഉള്ളിൽ കവറും ഉണ്ട്. പറ്റണില്ല. അതെന്താ വിശ്വസിക്കാൻ പറ്റാത്തത്? അറിയില്ല. മക്കൾ എത്ര ഡെവലപ്പ് ആയോ. സന്തോഷമായാ? ഫോൺ ഇഷ്ടപ്പെട്ടാ? സന്തോഷമായാ? കാണിച്ചു കൊടുക്കത്. എനിക്ക് ആലോചിക്കാൻ പറ്റണേ ഇല്ല. അതെന്താ ആലോചിക്കാൻ പറ്റാത്തത്? ഭയങ്കര ഷോക്കഡ് ആയിരിക്കണം ഗൈസ്. പക്ഷെ അമ്മയ്ക്ക് അഭിനയിക്കാൻ, എന്താ പറയാ, അഭിനയിക്കല്ല, എന്തെന്ന് അതിന് പറയാ, എക്സ്പ്രസ് ചെയ്യാൻ അറിയാത്തോണ്ടാണ്. ഓക്കെ, ഹാപ്പി മദേഴ്സ് ഡേ. എനിക്കെന്താ പറയണെന്നേ അറിയില്ല. ഒരു ഉമ്മ കൊടുക്കാൻ പോനെ. ഇനിയൊരു ഗിഫ്റ്റും കൂടി ഉണ്ട്. ആ, ഇനി ഒന്നും കൂടി ഉണ്ട്. അതും കൂടെ ഉണ്ട് കേട്ടോ. ഹേ ഗായ്സ്, അപ്പൊ ഇന്റെ ഒരു ഗിഫ്റ്റ് കൂടി ഉണ്ട്, അതും കൂടെ കൊടുക്കാം. എനിക്ക് ഗോൾ അടിച്ചു. എന്തൊക്കെയോ ഇവിടെ നടക്കുന്നുണ്ടല്ലോ എന്നായിരിക്കും അമ്മ ആലോചിക്കുന്നത്. ആ നെൽട്ട് വീഴല്ലേ. സംഭവിക്കണമെന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, ഈ ഗിഫ്റ്റ് എന്താന്ന് നമുക്കും അറിയില്ല ഗൈസ്. നമുക്ക് കൂടെ നോക്കാം. അതെ, 3ാമത്തെ മകളുടെ അടുത്താണ് ആദ്യമായിട്ട് ഞാൻ ഗിഫ്റ്റ് വാങ്ങി. ഗ്ലാസ്സാണ്, ഗ്ലാസും ജാറും. എവിടെ എവിടെ ഒന്ന് എടുത്ത് കാണിക്ക്. ഹായ്, കൊള്ളാല്ലേ ആ ജാറ്. നല്ല ക്യൂട്ട് ആയിട്ടാണ് കുഞ്ഞിത്. ചായ കുഴിക്കാം. ഈ സാധനം എവിടുന്നാ കിട്ടിയത്? ഫോണ് വാങ്ങിയപ്പോ അവര് തന്നതാ. തന്നതാണ്. ഇവ 2 ഗിഫ്റ്റായി. അതെ, ഒരു വെടിക്ക് 2 പക്ഷിയായി. അപ്പൊ ഈ മദേഴ്സ് ഡേ അമ്മയ്ക്ക് മറക്കാൻ പറ്റാത്ത ഒരു അനുഭവമാവോ? ആവോ? കാര്യം മറക്കില്ല. ഈ കാര്യം മറക്കില്ല. ഭയങ്കര അമ്മയ്ക്ക് ഫീൽ ആയിട്ടുണ്ട്, പക്ഷെ എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല അല്ലേ? ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. ശരി, പണ്ടേ വീക്ക്നെസ്. ചിരിക്കാൻ മാത്രമേ അറിയുള്ളൂ. പ്രതീക്ഷിച്ചതായിരുന്നു ഈ ഗിഫ്റ്റ്? എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാ? എപ്പോഴും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല. എന്തെങ്കിലും പൈസ ഇല്ലാതെ ഞാൻ വാങ്ങിക്കാം എന്ന് മാത്രം പ്രതീക്ഷിച്ചു. മക്കളുടെ ഞാൻ പ്രതീക്ഷിച്ചില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്ന് അമ്മയ്ക്ക് ഒരു ഗിഫ്റ്റ് കൊടുത്തേക്കാം അല്ലേ? ചേച്ചിമാർക്ക് വിളിച്ച് സർപ്രൈസ് കൊടുത്താലോ? ചിന്ന ചേച്ചിക്കൊക്കെ കോള് കിട്ടുമോന്ന് അറിയില്ല. ട്രൈ ചെയ്ത് നോക്കാം അല്ലെ? ഹേ ഗായ്സ്, അങ്ങനെ നമ്മുടെ ചേച്ചി ഫോൺ എടുത്തിരിക്കുകയാണ്. ചേച്ചി, ഇന്നൊരു പ്രത്യേകതയുണ്ട്. ഇന്നൊരു പ്രത്യേകതയുണ്ട്. എന്താണ് ആ പ്രത്യേകത? പറയും. ഇന്ന് അമ്മനെ വിളിച്ചു തന്നിട്ട് നീ വിഷ് ചെയ്താ? നല്ല കിടിലൻ ഡയലോഗ് അടിച്ചുകൊണ്ട് മുന്നേറുകയാണ് നമ്മുടെ ചേച്ചി. കണ്ട ഞാൻ ഞെട്ടിപ്പോയിട്ട് ഇരിക്കണം. ഇപ്പൊ എന്താ പറയാൻ അറിയാണ്ടിരിക്കുന്നു. ഞാനെന്തോ ദൈവത്തിന്റെ എന്തോ ഒരു ബോക്സ് ആണ് വിചാരിച്ചേ. പെട്ടി തുറന്നു നോക്കണ ഫോണ്. അമ്മ എന്നിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ഫോണാണോ? ശരിക്കും ഫോണാണോ? ശരിക്കും ഫോണാണോ? ഹാപ്പി
മദേഴ്സ് ഡേ. അയ്യോ മദേഴ്സ് ഡേ കഴിയാറായി. സന്തോഷമായിട്ട് സങ്കടമായിപ്പോ. എന്റെ ജീവിതത്തിൽ എനിക്ക് ആദ്യമായിട്ട് ഗിഫ്റ്റ് എന്റെ മൂന്നാമത്തെ മകളെ കൊണ്ടത് കിട്ടിയത്. നീ അറിഞ്ഞൂല്ലേ വാങ്ങണത്? ആഷ് ചേച്ചി മാത്രമേ അറിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അത് ശരി. ഹേയ് ഗൈസ്, അപ്പൊ നമ്മുടെ സർപ്രൈസ് ഒക്കെ നമ്മൾ കൊടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. അപ്പൊ അമ്മ ഭയങ്കര ഹാപ്പിയാണ്. ആള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ചെറിയൊരു സംഭവം പ്രതീക്ഷിച്ച, പക്ഷെ നമ്മൾ ആള് എന്തോ ദൈവത്തിന്റെ ഫോട്ടോ ഒക്കെ പ്രതീക്ഷിച്ചു. പക്ഷെ ആള് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ഗിഫ്റ്റ് കൊടുത്തപ്പോ ഭയങ്കര എന്തിനാ എനിക്കിപ്പോ എന്താ ചോദ്യായി. അങ്ങനെയൊക്കെ തോന്നി. പിന്നെ അതും അല്ലാണ്ട് ആൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത പോലെ അങ്ങനെയൊക്കെ ചോദിക്കാൻ ആൾക്ക് ഫസ്റ്റ് ഇത്ര വർഷത്തിൽ ആദ്യമായി കിട്ടുന്ന ഒരു ഗിഫ്റ്റ് ആണെന്നും കൂടെ പറഞ്ഞല്ലേ. അതും കൂടെ ആയപ്പോ സൂപ്പർ എക്സൈറ്റഡ് ആയി നമ്മള്. ഞാനും ഭയങ്കര ഹാപ്പിയാണ്. എനിവേ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. വളരെ സന്തോഷം. ഇനിയും ഇതുപോലെ കുറെ ആഗ്രഹങ്ങൾ സാധിച്ചു കൊടുക്കാൻ കഴിയട്ടെ. അനുഗ്രഹിച്ചിരിക്കുന്നു. അതെ, എല്ലാവർക്കും മീൻസ് കുഞ്ഞു കുഞ്ഞു ആഗ്രഹമാണെങ്കിൽ പോലും അത് സാധിച്ചു കൊടുക്കാൻ സാധിക്കട്ടെ. എന്തായാലും നമ്മുടെ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യാന്ന് വിചാരിക്കുന്നു. ഹോപ്പ് ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. ഇവിടെ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുന്നു, ഷെയർ ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. അതിനു മുന്നേ എല്ലാ അമ്മമാർക്കും ഹാപ്പി മദേഴ്സ് ഡേ ഗൈസ്. ഓക്കെ, ഹാപ്പി മദേഴ്സ് ഡേ.